കോഴിക്കോട് കോർപ്പറേഷൻ പുതിയങ്ങാടിയിലൊരുക്കിയ മാർക്കറ്റ് കെട്ടിടങ്ങളിൽ ഒന്നാണിത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ബീഫ് സ്റ്റാൾ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്നാൽ മതിയായ ലൈസൻസോ മറ്റു രേഖകളോ ഒന്നുമില്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇത് നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയും ചെയ്തു. പക്ഷേ 20 വർഷത്തിലധികമായി ഇപ്പോഴും ഇതിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ അറിവോടെ തന്നെയാണ് പുതിയങ്ങാടിയിലെ മാർക്കറ്റിൽ അനധികൃതമായി ബീഫ് സ്റ്റാൾ പ്രവർത്തിച്ചു വരുന്നത്. കോർപ്പറേഷനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നൽകേണ്ട ലൈസൻസ് ഈ കടമുറിക്കില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാത്രമാണ് അനധികൃതമാണെന്നും ഒഴിയണമെന്നും ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ നോട്ടീസ് പോലും നൽകിയത്. സ്റ്റാൾ നടത്തുന്ന അബ്ദുള്ള കോയ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയതോടെ ആ നോട്ടീസിനും വിലയില്ലാതായി. 20 വർഷത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 1 രൂപ പോലും വാടകയായി കോർപ്പറേഷന് ലഭിച്ചിട്ടുമില്ല. എന്നാൽ അനധികൃതമായി കട നടത്തിപ്പോകാൻ കഴിഞ്ഞ ഭരണസമിതിയിലെ ചിലർ കൂട്ടുനിന്നുവെന്നാണ് ആരോപണം. നോട്ടീസ് കൊടുത്തപ്പോൾ പോലും ഭരണതലത്തിലുള്ള ഒരു ഉന്നതൻ അത് തടഞ്ഞു വെച്ചതിൻ്റെയൊക്കെ സംരക്ഷിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിന് മറുപടി പോലും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഭരണ നേതൃത്വവും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു വ്യാജ കെട്ടിട മാഫിയകളെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സംഭവം വിവാദമായതോടെ വാടക നിശ്ചയിക്കണമെന്ന് ഉടമ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വാടക നിശ്ചയിക്കാൻ കഴിയില്ല. താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഉടമയുടെ വാദം. ഞാന് കോർപ്പറേഷനിൽ വാടകയായിട്ട് പോകുമ്പോൾ ഈ സ്ഥാപനം കേസിൽ നിൽക്കുന്ന സ്ഥാപനം വാടക മേടിക്കാൻ പാടില്ല. നമുക്ക് ഈ കേസിൽ ഒത്തുതീർപ്പ് കോർപ്പറേഷനിൽ ഉണ്ടാക്കേണ്ടത് ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണെന്നത് ശരിയാണ്. പക്ഷേ എല്ലാം അനധികൃതമാണെന്ന് കണ്ടപ്പോൾ തന്നെ കോർപ്പറേഷന് നടപടിയെടുക്കാമായിരുന്നു. അതുണ്ടായില്ല. ഇനി ഹൈക്കോടതി പറയും പോലെയാണ് കാര്യങ്ങൾ. വരുന്ന കൗൺസിലിൽ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.